അവിടെ മനസ്സിലായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് സാരില്ല. കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഇല്ല കുടിക്കുമ്പോഴേ പെട്ടെന്ന് മൂക്കി കയറും. അതാണ് എച്ചിലുണ്ടാവും. അപ്പൊ നീന്തി കാണിച്ചെടുക്ക എങ്ങനെ നീന്തല്. അച്ഛൻ നീന്തി കാണിക്കുമ്പോ നോക്കണം. അച്ഛൻ പൊങ്ങൊക്കെ കണ്ടോ കണ്ടോ അച്ഛനാരും ഓക്കെ എല്ലാം അത് സാരില്ല. ഇല്ല ഇനി മലന്നിടന്ന് നീന്തിക്കോ. തൊട്ടിട്ട് പോകാനോ കമിത്തി കിടക്കും. മെല്ലെ അടിച്ചാ അതന്നെ കൈ നീട്ടി വെച്ചിട്ട് കൈ ഇങ്ങനെ വെക്ക് ഇങ്ങോട്ട്. അങ്ങനെ 4 ദിവസം കിട്ടണം. അതെ, എന്നാലാണ് സെറ്റ് ആയിക്കോ. ഓ ആനന്ദ അവിടെ ഇന്നോട്ടെ ഇങ്ങോട്ടല്ലേ. വരച്ചതാക്കി ഫോട്ടോയാണ്. അല്ലേ നീന്തി പോ. എത്ര ഉള്ളിച്ച് എത്ര പേടിച്ചു വെറുതെ അച്ഛൻ നോക്കുന്നും പറഞ്ഞിട്ട് ഉണ്ടോ. ഇതാ കൈ ഇവിടെ വെച്ചിട്ട് അങ്ങനെ കാലിട്ടടിക്കുന്ന ശരീരം വെള്ളത്തിൽ പൊങ്ങാൻ ബാലൻസ് ചെയ്യാനുള്ള പൊന്നോ. കാലിട്ടടിച്ചു വെക്കുന്നില്ല. അടിച്ചോക്ക്. അതന്നെ സൂപ്പർ. കൊള്ളാം കൊള്ളാം. അങ്ങനെ കുറച്ചൊക്കെ പേടി മാറി. എന്നോട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിന്ന് പറഞ്ഞത് കേട്ടില്ലല്ലോ. ഇപ്പൊ റെഡി ആയില്ലേ? ഇപ്പൊ റെഡി ആയില്ലേ? ഓക്കെ ആയില്ലേ? അത്ര ഉള്ളു കാര്യം. ഇപ്പൊ അച്ഛനും വേണ്ട ആരും വേണ്ട. അങ്ങനൊക്കെ അറിയാ. അമ്മ സർക്കസ് തുടങ്ങിട്ടാ ഒന്നും അടിച്ചിട്ട് പോരാ. മലർന്ന് ഇപ്പൊ പേടി മാറിയില്ലേ? ഇപ്പൊ എങ്ങനെ കളിക്കുന്നുണ്ട്. നീന്ത് നേരത്തെ നിക്കോ കളിക്കുന്ന. അവിടുന്ന് നീന്ത്, കാലിട്ടടിച്ച് നീന്ത്. എന്നിട്ട് കൈമ കഴിഞ്ഞ് നീന്തിട്ട് പോവാ. ഫുള്ളായിട്ടുണ്ടെങ്കിൽ പിന്നെ തിരക്കായിരിക്കും. ഇവിടെ ഫ്ലാറ്റ് ഒക്കെ ആളില്ലാത്തോണ്ടാ. പഠിച്ചല്ലോ. അതിന് പഠിച്ചല്ലോ. സൂപ്പറാണല്ലോ. അതാണ് ഇതന്നെ. ഇതൊരു 4-5 ദിവസം ആക്കിയില്ലെങ്കിൽ പിന്നെ കമ്മിയാണോ? കമ്മിയോ? അതെ, നല്ല എക്സസൈസ് ആണല്ലോ അത്.
രണ്ടാകുമ്പോഴാ ഫുള്ള് മുങ്ങേണ്ടത്. മീന് വെള്ളത്തിന്റെ അടി കൂടെ, വെള്ളത്തിന്റെ അടി കൂടെ. പിന്നെ ഇല്ല അച്ഛ അങ്ങനെ ചെയ്യൂല, നീന്തിയിട്ട് പോവാൻ വെക്ക് വേഗം. കാണിച്ചെടുക്ക്, നിങ്ങളവിടെ പോയിക്കോളി. നീ തിരിഞ്ഞ് കമന്നിരുന്നിട്ട്, നീ അങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട്. നീ തിരിഞ്ഞു നിന്ന് ഓക്കെ. കൈ പൊന്തിച്ചിട്ട് മുളകടി. ഇങ്ങോട്ട്